മണിപ്പൂരിൽ ഇന്നും നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംഘർഷ സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ്, സ്പീക്കർ, ക്യാബിനറ്റ് മന്ത്രിമാർ, BJP MLA മാർ എന്നിവർക്കൊപ്പം ഇന്നലെ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ കണ്ട് നിലവിലെ സ്ഥിതിഗതികൾ ധരിപ്പിച്ചു. വിവരങ്ങളുമായി സ്വാതി ചേരുകയാണ്. സ്വാതി, 1.5 വർഷത്തോളം ആകുന്നു മണിപ്പൂരിൽ സംഘർഷത്തിൻ്റെ പുകച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെയും തീർക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ എന്താണ് ബിരേൻ സിംഗ് സർക്കാരിൻ്റെ പുതിയ നീക്കങ്ങൾ, തീരുമാനങ്ങൾ? സിജു, 1.5 വർഷക്കാലമായി നീണ്ടു നിൽക്കുന്ന മണിപ്പൂരിൽ വീണ്ടും സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണ്. അതിന് പിന്നാലെ ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന ഒരു വിവരമനുസരിച്ച് ഇംഫാൽ വെസ്റ്റിൽ ഒരു 40-കാരനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് മുൻ സൈനികനായ ഇയാൾ കുക്കി വിഭാഗക്കാരനാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മെയ്തൈ മേഖലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ രാത്രി കാങ്പോഗിയിൽ ബോംബാക്രമണത്തിൽ ഒരു കുക്കി വനിത കൊല്ലപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വീണ്ടും കുക്കികൾക്ക് നേരെയുള്ള നിരന്തരമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മണിപ്പൂർ പോലീസും കേന്ദ്രസേനയും കരസേനയും ഉൾപ്പെടുന്ന സംയുക്ത സേന വിഭാഗത്തിന്റെ മേൽനോട്ട ചുമതല വേണമെന്നുള്ള തരത്തിൽ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ഗവർണർ ആചാര്യയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടതായാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സംഘർഷം വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഒരു വംശീയ കലാപം എന്ന തരത്തിലേക്ക് വർഷങ്ങളായി അവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും BJP-യുടെ സംസ്ഥാന ഭരണകൂടം ഈ വിഷയത്തിൽ ഒരു ക്രമസമാധാന നില പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കങ്ങളും BJP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിമർശനമായി ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ വലിയ ജനരോക്ഷം ബിരേൻ സിംഗ് സർക്കാരിനെതിരെ തന്നെ ഉയരുന്നുണ്ട്. ബിരേൻ സിംഗ് രാജിവെക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ജനങ്ങൾ മേഖലകളിൽ ഉയർത്തുന്നുണ്ട്. എന്തായാലും സംഘർഷം നിലയ്ക്കാതെ തുടരുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷ തന്നെ വിവിധ ഇടങ്ങളിൽ ഈ ജിരിബാം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കനത്ത സുരക്ഷയുമായാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഈ ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും തുടർക്കഥയാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് മേഖലകളിൽ. ഇതുവരെ മണിപ്പൂരിൽ അത്തരത്തിലുള്ള മാരകായുധങ്ങളടക്കം സൈന്യം കണ്ടെത്തിയ സ്ഥിതിക്ക് ഇതുവരെയും അത്തരത്തിലുള്ള മാരകായുധങ്ങളൊന്നും തന്നെയും മണിപ്പൂരിൽ ഇതുവരെയും ഉപയോഗിച്ചിരുന്നില്ല. എന്നാൽ ഇത്തവണ ഈ ഒരു സംഘർഷം രൂക്ഷമായിരിക്കെ വലിയ തരത്തിലുള്ള ഗ്രനേഡുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം ശക്തമാക്കുക തന്നെയാണ്. അതേസമയം ഇവിടെയും ബിരേൻ സിംഗ് സർക്കാർ ഒരു വിഭാഗത്തിനോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഈ സംഘർഷത്തെ കൂടുതൽ ആളിക്കത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന ആരോപണവും ശക്തമാവുന്നുണ്ട്. സിജു, ശരി, സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത്. മണിപ്പൂർ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. ഡ്രോൺ, റോക്കറ്റ് ഉപയോഗിച്ചുള്ള ആക്രമണം. ഏറ്റവും ഒടുവിലായി ഒരു 40 വയസ്സുകാരൻ കൂടി കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും സ്വാതി പങ്കുവച്ചത്.